വെൽക്കം ടു സിനിപീഡിക. സ്ക്വിഡ് ഗെയിം സീസൺ 3 നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രസ്റ്റീജിയസ് സീരീസ് ആയിട്ടുള്ള സ്ക്വിഡ് ഗെയിമിൻ്റെ തേർഡ് സീസൺ, അങ്ങനെ അവസാന സീസൺ റിലീസായിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും കാത്തിരുന്ന ഒരു സീരീസാണ്. കാരണം ഇത്രത്തോളം പെട്ടെന്നൊരു ജനപ്രീതി നേടിയ, ഇത്രത്തോളം എൻ്റർടൈനിങ് ആയിട്ടുള്ള, ഇത്രത്തോളം പേടിപ്പിക്കുന്ന മീൻസ് അതിൻ്റെ ഒരു സ്റ്റോറി വൈസ് പേടിപ്പിക്കുന്ന ഒരു ഗംഭീര പ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സീരീസായിരുന്നു സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത്. ഇത് ശരിക്കും നടന്നതെന്നൊക്കെ പറയുന്നു, അറിയില്ല. ബട്ട് ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയ സമയത്ത് അത്ര വലിയ എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരികയും, കൊറിയൻ സീരീസായിട്ടുള്ള ഇത് എല്ലാത്തരം ഭാഷക്കാരുടെ ഈ ഭാഷയുടെ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാവരെയും സാറ്റിസ്ഫാക്ഷൻ കൊടുത്തൊരു സീരീസായിരുന്നു ഫസ്റ്റ് സീസൺ. അവിടുന്ന് അവർക്ക് കിട്ടിയൊരു പ്രഷർ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സീസൺ 2 ഇത് വരുന്നത്. സീസൺ 2 വന്നപ്പോഴാണെങ്കിലും ആ ഒരു സ്റ്റോറി ലൈനും ആ പ്ലോട്ടും കാര്യങ്ങളൊക്കെ പഴയതിനോട് ചേർന്ന് തന്നെ ആണെങ്കിൽ കൂടി, എന്നാൽ കുറേ കൂടി എക്സ്പ്ലോർ ചെയ്യാനും ആ ഗെയിംസിൻ്റെ കുറച്ച് തീവ്രതയിലേക്കൊക്കെ കടന്ന് ചെല്ലാനൊക്കെ ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് സീസൺ 3 വരുന്നത്. സീസൺ 3 എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും കണ്ട ഒരു പ്രേക്ഷകനെന്ന നിലയിൽ മനസ്സ് നിറച്ച ഒരു സീസണായിരുന്നു സീസൺ 3 എന്ന് പറയുന്നത്. ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയാണ് ഈ സീസൺ കടന്നു പോയത്. ഹ്യൂമൻ ഇമോഷൻസിന്, അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസിനൊക്കെ വില കൊടുക്കുന്ന രീതിയിൽ കൂടുതൽ ഈ ഗെയിംസിലെ അപകടം നിറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിൽ, ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറേ ഗെയിംസ് കൊണ്ടുവരുന്നതിൽ എല്ലാത്തിലും ഇവർ മികവ് പുലർത്തി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണിനെ പോലല്ല തേർഡ് സീസൺ വളരെ മോശമായിപ്പോയെന്ന് പറയുന്നുണ്ട്. തേർഡ് സീസണിൻ്റെ ക്ലൈമാക്സ് വാസ് സൂപ്പർ. ഞാൻ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇവർ കൊണ്ട് നിർത്തുന്നു എന്ന് ചിന്തിച്ചു പോയൊരു നിമിഷമായിരുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ അടുക്കുന്ന സമയത്തുണ്ടാകുന്ന ഡയലോഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ഡബ്ബാണ് കണ്ടത്, ഇനി കൊറിയനിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. ബട്ട് സൂപ്പറായിരുന്നു. ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ, ഓൾറെഡി ഇതൊരു കൊറിയൻ സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് US അഡാപ്റ്റേഷൻ വരാൻ പോവുകയാണ് സ്ക്വിഡ് ഗെയിം. അതൊക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഹിൻറ്റ് നൽകുന്ന രീതിയിലുള്ളൊരു എൻഡിങ്ങും ഒക്കെ ഇതിൻ്റെ അകത്ത് അവർ ടീസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈ കൊറിയൻ്റെ അടുത്ത് എന്തുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ഒരു US അഡാപ്റ്റേഷനായിട്ടുള്ള ഈ പ്യുവർ ഇംഗ്ലീഷിൽ ഷൂട്ട് ചെയ്യുന്ന സ്ക്വിഡ് ഗെയിമിൻ്റെ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ഉണ്ടാവും. അത് പക്ക ഇതിൻ്റെ റീമേക്ക് ആണോ അതോ പുതിയൊരു കഥയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. ലെറ്റ്സ് സീ. നമുക്ക് കാണാം. വലിയ ഡയറക്ടേഴ്സൊക്കെയാണ് അത് ചെയ്യാൻ പോകുന്നത്. സോ ഒരു റീമേക്ക് ആവാൻ ചാൻസ് കാണുന്നില്ല. അപ്പോൾ എന്തായാലും സ്ക്വിഡ് ഗെയിമിൻ്റെ ആ ഒരു ജൈത്രയാത്ര അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു സെൻഡ് ഓഫും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഒരുപാട് വലിപ്പിക്കാതെ, വളരെ കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് 6 എപ്പിസോഡിൽ മനോഹരമായിട്ട് ഇമോഷൻസും ആ ഒരു ടെൻഷനും എല്ലാം ബിൽഡ് ചെയ്ത് അതേ സമയത്ത് നമ്മളെ മനസ്സ് നിറച്ച് നിർത്തിവെച്ച തീർത്ത ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം സീസൺ 3. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സീസൺ മുതൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഒരുപാട് മനസ്സ് നിറയ്ക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളും സീനുകളൊക്കെ വെച്ചിട്ടുള്ളൊരു സീരീസാണ്. സോ മിസ്സാക്കരുത്. ഇപ്പോൾ ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.